പാശ്ചാത്യത്തിൽ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. വ്യക്തിത്വത്തിൽ നിന്നുള്ള വിമുക്തിയാണ് കവിത എന്നഭിപ്രായപ്പെട്ടത്. വ്യക്തിത്വത്തിൽ നിന്നുള്ള വിമുക്തിയാണ് കവിത എന്നഭിപ്രായപ്പെട്ടത് എലിയറ്റാണ്. എലിയറ്റ്. കല വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരമല്ല, വ്യക്തിത്വത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് പറഞ്ഞതും എലിയറ്റാണ്. കല വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരമല്ല, വ്യക്തിത്വത്തിൽ നിന്നുള്ള മോചനമാണ്. വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരമല്ല, വ്യക്തിത്വത്തിൽ നിന്നുള്ള മോചനമാണ് പറഞ്ഞതും ടി.എസ്. എലിയറ്റാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡയലോഗ് വേസ്റ്റ്ലാൻഡ് എഴുതിയ ആളാണ് എലിയട്ട് എന്നുള്ളത്. പിന്നെ ഭാവുകത്വ വിഘടനം എന്ന പ്രയോഗം ആദ്യമായിട്ട് വരുന്നത് ടി.എസ്. എലിയറ്റിൻ്റെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന ലേഖനത്തിലാണ്. ഭാവുകത്വ വിഘടനം എന്ന പ്രയോഗം ആദ്യമായിട്ട് വരുന്നത് ടി.എസ്. എലിയറ്റിൻ്റെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന ലേഖനത്തിലാണ്. എലിയറ്റിനെ നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് നോക്കണം. എല്ലാത്തിലും എലിയറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ നെറ്റായാലും സെറ്റായാലും HSC-ലൊക്കെ എലിയറ്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല. പിന്നെ എലിയറ്റിൻ്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിന് ഭരതമുനിയുടെ രസനിഷ്പത്തിയായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. ഭരതമുനിയുടെ രസനിഷ്പത്തിയായിട്ട്. ഓക്കെ. ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് വെച്ചിട്ടാണ് KM ഡാനിയൽ വീണപൂവ് കൺമുന്നിൽ എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് വച്ചേക്കാം. സർഗപ്രവൃത്തിയിൽ കടന്നുകയറുന്ന വിമർശനത്തിന് എലിയറ്റ് പറയുന്ന പേരെന്താണ്? വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം. വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം ആരുടേതാണ് എന്ന് ചോദിക്കാനും സാധ്യതയുണ്ട്. ടി.എസ്. എലിയറ്റിൻ്റെയാണ്. ഇപ്പോൾ ഒത്തിരി ചേരുമ്പടി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എലിയറ്റാണ്. അതേപോലെ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം, പ്രാരൂപിമ വിമർശനം, ആർക്കിടൈപ്പൽ അതാരാണ്? C.J. യുങ് ആണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഓഫ് ഗ്രമറ്റോളജി ആരുടെയാണ്? ദെറിദ. ഓഫ് ഗ്രമറ്റോളജി എഴുതിയത് ദെറിദയാണ്. ഓഫ് ഗ്രമറ്റോളജി ദെറിദയാണ്. ഡെത്ത് ഓഫ് ദ ഓതർ, എഴുത്തുകാരൻ്റെ മരണം, റൊളാങ് ബർത്താണ്. ഡെത്ത് ഓഫ് ദ ഓതർ റൊളാങ് ബർത്താണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആംഗല വിമർശനത്തിൻ്റെ പിതാവായിട്ട് ജോൺ ഡ്രൈഡനെ പറയുന്നത് ആരാണ്? ജോൺസൺ ആണ്. ആംഗല വിമർശനത്തിൻ്റെ പിതാവാണ് ജോൺ ഡ്രൈഡൻ. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ജോൺസൺ ആണ്. എസ്സേ ഓൺ ക്രിറ്റിസിസം അലക്സാണ്ടർ പോപ്പിൻ്റെയാണ്. എസ്സേ ഓൺ ക്രിറ്റിസിസം അലക്സാണ്ടർ പോപ്പിൻ്റെയാണ്. എസ്സേ ഓൺ ക്രിറ്റിസിസം. അപനിർമ്മാണ സിദ്ധാന്തത്തിൻ്റെ വക്താവ് ദെറിദയാണ്. ദെറിദ. ഇനി വിരുദ്ധ വസ്തുക്കളുടെ ഐക്യത്തിലാണ് ഭാവന ഉള്ളത് എന്ന് പറഞ്ഞ ആരാണ്? കോളറിഡ്ജാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കോളറിഡ്ജ് എന്ന് പറയുന്നത്. പ്രഥമ ഭാവന, ദ്വിതീയ ഭാവനയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം വിരുദ്ധ വസ്തുക്കളുടെ ഐക്യത്തിലാണ് ഭാവന നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? കോളറിഡ്ജാണ്. ഓക്കെ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. എക്കോ ഫെമിനിസം എന്ന സംജ്ഞ രൂപപ്പെടുത്തിയത്. എക്കോ ഫെമിനിസം ഫ്രാൻസ്വാ ദ യൂബോൺ. എക്കോ ഫെമിനിസം ഫ്രാൻസ്വാ ദ യൂബോൺ ആണ്. സാധാരണക്കാരുടെ ഭാഷ തെല്ലൊന്ന് സംസ്കരിച്ച് ഉപയോഗിക്കേണ്ടതാണെന്ന് പറഞ്ഞത് കോളറിഡ്ജാണ്. സാധാരണക്കാരുടെ ഗ്രാമീണമായ ഭാഷ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് വേർഡ്സ്വർത്ത്. ഇത് സംസ്കരിച്ചാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് കോളറിഡ്ജാണ്. എസ്സേ ഓൺ ക്രിറ്റിസിസം എഴുതിയതാരാണ്? അലക്സാണ്ടർ പോപ്പ്. എസ്സേ ഓൺ ക്രിറ്റിസിസം അലക്സാണ്ടർ പോപ്പ്. അന്തർജ്ഞാനം അത് ക്രോച്ചയുടെയാണ്. ലോജിക്ക എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവും ക്രോച്ചയാണ്. ഈസ്തെറ്റിക് എന്ന് പറയുന്നതും ക്രോച്ചയുടെയാണ്. അന്തർജ്ഞാനം എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ച ക്രോച്ചയുടെയാണ് ഈസ്തെറ്റിക്, ലോജിക്ക എന്നുള്ളതൊക്കെ. എല്ലാ കവിതയും മനസ്സിൽ അന്തർജ്ഞാനമായിട്ട് ആവിഷ്കൃതമാവുമെന്നാണ് ക്രോച്ച പറയുന്നത്. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ അതെല്ലാവർക്കും അറിയാലോ. അത് ആരുടെയാണ്? വേർഡ്സ്വർത്തിൻ്റെയാണ്. മറന്നു പോരുത്, ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ കാൽപ്പനിക നിരൂപകനാണ് ലോങ്കിനസ് എന്ന് പറഞ്ഞത് സ്കോട്ടെ ജെയിംസ്. ആദ്യത്തെ താരതമ്യ വിമർശകനാണ് ലോങ്കിനസ് എന്ന് പറഞ്ഞത് ആബർകോംബി. അപ്പം ലോങ്കിനസ്. ആദ്യത്തെ കാൽപ്പനിക നിരൂപകൻ എന്ന് പറഞ്ഞത് സ്കോട്ടെ ജെയിംസ്. ആദ്യത്തെ താരതമ്യ വിമർശകനെന്ന് പറഞ്ഞത് ആബർക്രോംബിയാണ്. പ്ലേറ്റോ സ്ഥാപിച്ച വിദ്യാലയം അറിയാലോ, അക്കാദമിയാണ്. പൊയറ്റിക്സിൽ എത്ര അധ്യായങ്ങളുണ്ട്? 26 അധ്യായങ്ങളാണ് പൊയറ്റിക്സിലുള്ളത്. പൊയറ്റിക്സിൽ 26 അധ്യായങ്ങളുണ്ട്. പ്ലേറ്റോ ലോകത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് 35 സംവാദവും 13 കത്തുകളുമാണ്. പിന്നെ കഥാസിസിന് വിരേചനം എന്നർത്ഥം കൊടുത്ത ആരാണ്? ജേക്കബ് ബർണീസ് ആണ്. കഥാസിസ് ഒക്കെ അറിയാലോ, അരിസ്റ്റോട്ടലിൻ്റെയാണ് കഥാസിസ്, ഹമേഷ്യ ഇതൊക്കെ. അപ്പം ഇതിന് വിരേചനം എന്നർത്ഥം കൊടുത്തത് ജർമ്മൻ
ബർണേഴ്സ് ആണ്. വിമലീകരണം എന്ന് കൊടുത്തത് ലെസ്സിങ് ആണ്. ലെസ്സിങ് ഇതൊക്കെ കൊടുത്ത് വെച്ചാൽ വിമലീകരണം ലെസ്സിങ്. വിരേചനം ബർണേഴ്സ് ആണ്. പിന്നെ ഉദാത്തത സിദ്ധാന്തം അറിയാലോ, ലോങ്കിനസിൻ്റെ ആണ്. ആർട്സ് പൊയറ്റിക്ക ഹോരസിൻ്റെ ആണ്. മനുഷ്യനും പ്രകൃതിയുടെയും പ്രതിച്ഛായയാണ് കവിത. മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും പ്രതിച്ഛായയാണ് കവിത എന്ന് പറഞ്ഞത് വേർഡ്സ്വർത്ത് ആണ്. വേർഡ്സ്വർത്ത് പറഞ്ഞത് മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും പ്രതിച്ഛായയാണ് കവിത എന്ന് പറഞ്ഞത്. പ്രകൃതിയാണ് കവിതയുടെ മോഡൽ എന്ന് പറഞ്ഞത് അലക്സാണ്ടർ പോപ്പാണ്. എന്നിട്ട് പറഞ്ഞല്ലോ എസ്സേ ഓൺ ക്രിറ്റിസിസം എഴുതിയ അലക്സാണ്ടർ പോപ്പാണ്. പ്രകൃതിയിലോട്ട് മടങ്ങാൻ പറഞ്ഞ ആരാണ്? റൂസോയാണ്. മറന്നു വരുന്നത് റൂസോ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് സൊസ്യൂറിൻ്റെയാണ്. കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എഴുതിയത് സൊസ്യൂറാണ്. ഘടനാവാദത്തിൻ്റെ സൈദ്ധാന്തിക അടിത്തറ സൊസ്യൂറാണ്. അപ്പോൾ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് ഘടനാവാദത്തിൻ്റെ ഒരു സൈദ്ധാന്തിക അടിത്തറ കൊടുത്തതും സൊസ്യൂറാണ്. ഇൻ്റർ ടെക്സ്ച്വാലിറ്റി ആരുടെയാണ്? ജൂലിയ ക്രിസ്റ്റേവ. ഇൻ്റർ ടെക്സ്ച്വാലിറ്റി ജൂലിയ ക്രിസ്റ്റേവ. ഇൻ്റർ ടെക്സ്ച്വാലിറ്റി ജൂലിയ ക്രിസ്റ്റേവ. ഇനി നരവംശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് ഫ്രെഡറിക് ജെയിംസൺ. ഫ്രെഡറിക് ജെയിംസണാണ് നരവംശാസ്ത്രം. കല കലയ്ക്ക് വേണ്ടിയാണെന്ന് വാദിച്ചത് ആരാണ്? വാൾട്ടർ പേറ്ററാണ്. വാൾട്ടർ പേറ്ററാണ് കല കലയ്ക്ക് വേണ്ടിയാണ് എന്ന്. ഫ്രാൻസിലാണ് ഇത് ഉണ്ടായത്. കല കലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകളാണ് വാൾട്ടർ പേറ്റർ. അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാർ വൈൽഡ് ഒക്കെ കല കലയ്ക്ക് വേണ്ടിയാണ് എന്ന് വാദിച്ചവരിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ്. പിന്നെ പ്രകൃതിക്ക് നേരെ പിടിക്കുന്ന ദർപ്പണമാണ് കലയെന്ന് പറഞ്ഞത് ഷേക്സ്പിയറാണ്. ഷേക്സ്പിയർ പറഞ്ഞത് പ്രകൃതിക്ക് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയാണ് കല എന്ന് പറഞ്ഞത് ഷേക്സ്പിയറാണ്. പിന്നെ നിശബ്ദ വസന്തം എഴുതിയതാരാ? സൈലൻറ്റ് സ്പ്രിംഗ് റേച്ചൽ കഴ്സൺ. ഇതിൻ്റെ വർഷം ചോദിച്ചിട്ടുണ്ട്. 1962. 1962 നിശബ്ദ വസന്തം റേച്ചൽ കഴ്സണാണ് എഴുതിയത്. മറന്നു പോകരുത്. ഇനി ഇംഗ്ലീഷിലെ ഏറ്റവും മഹത്തായ വിമർശന ഗ്രന്ഥം എന്ന് പറയുന്നത് കോളറിഡ്ജിൻ്റെ ബയോഗ്രഫി ലിറ്റററിയാണ്. കോളറിഡ്ജിൻ്റെ ബയോഗ്രഫി ലിറ്റററിയാണ്. അധമകലയ്ക്ക് ഉദാഹരണമായിട്ട് ടോൾസ്റ്റോയ് പറയുന്നത് ബീഥോവൻ്റെ 9ാം സിംഫണിയാണ്. അഭിസംക്രമണവാദമാണ് ടോൾസ്റ്റോയുടേത്. അഭിസംക്രമണവാദം. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വച്ചേക്കണം. ഇനി പാശ്ചാത്യത്തിൻ്റെ വേറെ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം.